എത്രയൊക്കെ വിശദീകരിച്ചാലും ഈ ഓഡിയോ സംഭാഷണം ലീക്കായതോടെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായ ആശങ്ക ആത്മവിശ്വാസക്കുറവ് പരിഹരിക്കാനാകുമോ? പാർട്ടി എത്ര നടപടിയെടുത്താലും ഒരു മുതിർന്ന നേതാവിന്റെ വായിൽ നിന്ന് വന്ന ഈ വാക്കുകൾ എത്രത്തോളം ഡാമേജ് ആകും കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്? നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുമായി സംസാരിക്കാൻ 10% സ്ഥലങ്ങളിലെ ആളുകളുള്ളൂ എന്ന് പറയുന്നത് DCCയുടെ അധ്യക്ഷനാണ്. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മളൊക്കെ വീരവാദം പറഞ്ഞ് നടക്കുന്നത് എന്ന് പറയുന്നത് പലതവണ കോൺഗ്രസിന്റെ ചിലവിൽ ജനപ്രതിനിധിയായ ആളാണ്. ഓരോ പാർട്ടിയും ഓരോ ഗ്രൂപ്പ് താല്പര്യങ്ങളും പറഞ്ഞ് തകർക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഉണ്ടാവണം. ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല. സംസ്ഥാനത്തെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന കോൺഗ്രസിന് വെള്ളിടിയായ ഈ ഫോൺ സംഭാഷണം. ഈ നിലയ്ക്ക് പോയാൽ പാർട്ടി എടുക്കാച്ചരക്കായി മാറുമെന്ന് പ്രവർത്തകരോട് പറയുന്നത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. പാലോട് രവി എന്ന DCC അധ്യക്ഷന്റെ വാക്കുകൾ തിരിച്ചുവരവിന് ഭഗീരഥ പ്രയത്നം നടത്തുന്ന കോൺഗ്രസിനെ വല്ലാതെ ഉലയ്ക്കുന്നു. BJPയുടെ കടന്നുകയറ്റവും പ്രവർത്തകരുടെയും നേതാക്കളുടെയും നിഷ്ക്രിയത്വവും ഒക്കെ പാലോട് രവി പറഞ്ഞു വെക്കുന്നു. പാർട്ടി തള്ളിപ്പറഞ്ഞെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളാണോ പാലോട് രവിയുടെ വാക്കുകൾ?